അന്ന് ലൈംഗികമായി ബന്ധപ്പെടാൻ കിട്ടിയത് ഒരു നാഗാലാൻഡുകാരിയെയായിരുന്നു. പേര് എംതോമി. എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അവൾ തൻ്റെ കൈകൾ വേദന കൊണ്ട് കുടയുന്നുണ്ടായിരുന്നു. അരുതെന്ന് പറഞ്ഞിട്ടും ഞാൻ കെട്ടിയിട്ടായിരുന്നുവല്ലോ ഭോഗിച്ചത്. ഇത്തിരി നേരം ഉറങ്ങിയതിന് ശേഷം പോയിക്കോളാമെന്ന് അവൾ കെഞ്ചിയതാണ്. ഞാൻ സമ്മതിച്ചില്ല. ഒരു പെണ്ണിൻ്റെ കൂടെ ഉറങ്ങുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ബാംഗ്ലൂർ ജീവിതമാണ്. അച്ഛനും അമ്മയും സുഖമായി നാട്ടിൽ കഴിയുന്നുണ്ട്. വിവാഹം കഴിക്കാനൊക്കെ അമ്മ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഞാൻ വഴങ്ങാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഈയിടെയായി പോകാറുമില്ല. ഒരു പെണ്ണ് വേണമെന്ന് തോന്നിയാൽ എത്ര എംതോപ്പിമാരെ വേണമെങ്കിലും ഇവിടെ കിട്ടും. പറയുന്ന പണം കൊടുക്കുന്നത് കൊണ്ട് എന്തും സഹിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാണൊരു കല്യാണം? പ്രായം 30 കഴിഞ്ഞു. ഇനി എപ്പോഴാന്നാ? കേട്ടുമടുത്തു. അമ്മയാണ് എപ്പോഴും അത് പറയുക. അച്ഛനോടുള്ള എൻ്റെ സംസാരം വളരെ കുറവായിരുന്നു. അതിൻ്റെ കാരണം പറയാതെ തന്നെ അച്ഛന് വ്യക്തമായി അറിയാം. എല്ലാം അറിയുന്ന 2 പേർ കൂടിയുണ്ട്. 5-6 വർഷം മുമ്പ് മരിച്ചുപോയ അച്ഛൻ്റെ സഹോദരിയും അവരുടെ മകൾ മാളുവും. വ്യക്തമാക്കാം. 13 വയസ്സുള്ളപ്പോൾ മൂത്തമ്മയുടെ വീട്ടിൽ താമസിക്കാൻ പോയതൊരു ഓർമ്മയുണ്ട്. അവരുടെ കോളേജിൽ പഠിക്കുന്ന മകൾ മാളുവിൻ്റെ കൂടെയാണ് അന്ന് ഞാൻ കിടന്നിരുന്നത്. അവധിക്കാലത്ത് വരുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉറങ്ങാറുള്ളത്. എന്നാൽ ആ ദിവസം എപ്പോഴും പോലെയായിരുന്നില്ല. ഉറക്കത്തിൽ എൻ്റെ അരയിലൊരു കഴി എഴുന്നത് ഞാൻ അറിഞ്ഞു. ഒരു സുഖമൊക്കെ തോന്നിയതുകൊണ്ട് ആയിരിക്കണം എനിക്കന്ന് അനങ്ങാൻ കിടക്കാൻ തോന്നിയത്. ട്രൗസിനുള്ളിലേക്ക് കൈ പോയപ്പോൾ ഞാൻ പിടഞ്ഞുപോയി. മിണ്ടല്ലേ എന്ന് പറഞ്ഞ് മാളു എൻ്റെ വായ പൊത്തുകയായിരുന്നു. ശരീരഭാഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലെങ്കിലും ഞാൻ പൂർണ്ണമായും വഴങ്ങി. പിറ്റേന്നാൾ ആരാരുമില്ലാത്തൊരു തക്കത്തിൽ മാളു എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി കതകടച്ചു. താൻ ഒരു സൂത്രം കാട്ടിത്തരാമെന്ന് പറഞ്ഞ് എൻ്റെ കൈകൾ രണ്ടും കട്ടിലിൻ്റെ തലയിൽ അവൾ കെട്ടിയിടുകയായിരുന്നു. ഞാനത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. ഒടുവിൽ കെട്ടഴിച്ച് ഒരു അടിമയെപ്പോലെ പലതും എന്നെക്കൊണ്ട് അനുസരിപ്പിച്ചു. അറപ്പോടെയാണ് അതെല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നത്. മൂത്തമ്മ വന്നതിന് ശേഷം എന്നെ കൊണ്ടുപോകാനായി അച്ഛനെ ഞാൻ വിളിച്ചു വരുത്തുകയായിരുന്നു. തിരിച്ചുപോക്കിൽ എന്തു പറ്റിയെന്ന് അച്ഛൻ ആവർത്തിച്ചു ചോദിച്ചിരുന്നു. ഞാൻ മിണ്ടിയില്ല. ഒടുവിൽ എനിക്ക് എല്ലാം പറയേണ്ടി വന്നു. കേട്ടതും അച്ഛൻ വണ്ടി തിരിക്കുകയും ചെയ്തു. എടാ, ഞങ്ങളെ നീ രക്ഷിക്കണം മോനെ. ആരോടും പറയല്ലേ. ഒന്നുമില്ലെങ്കിലും അവനൊരു ആണല്ലേ, നീ ക്ഷമിക്ക്. കാര്യം അറിഞ്ഞപ്പോൾ മൂത്തമ്മ അച്ഛൻ്റെ കാലിൽ വീണ് പറഞ്ഞതാണ്. ഇനിയും താൻ എന്തെങ്കിലും പറഞ്ഞാൽ പെണ്ണുപോയി ചാകുമെന്ന് മൂത്തമ്മ ചേർത്തു. എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്ന് അച്ഛൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മോനിത് ആരോടും പറയല്ലേ, അമ്മയോട് പോലും. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴും ഒരു ദുസ്വപ്നത്തിൽ ആണെന്ന പോലെ ഞാൻ തലയാട്ടി. അതിനുശേഷമാണ് അച്ഛനോട് യാതൊന്നും തുറന്ന് സംസാരിക്കാത്ത പ്രകൃതത്തിലേക്ക് ഞാൻ മാറിയത്. മറ്റെന്തെല്ലാം മാറ്റമാണ് എന്നിൽ ഉണ്ടായതെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചതുമില്ല. അച്ഛൻ പറഞ്ഞെന്ന് വെച്ച് എനിക്ക് ആരോടും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരനായ ഒരുത്തനോട് പറഞ്ഞപ്പോൾ അവനൊരു ഇക്ലി കഥ കേട്ടതുപോലെ സുഖിക്കുകയായിരുന്നു. കോളേജ് കാലത്ത് കൂട്ടുകാരനോട് ഒരു അനുഭവം പോലെ വിവരിച്ചപ്പോൾ അവന് മാളുവിനെ കാണണം പോലും. ചള്ളു പ്രായത്തിൽ എന്നൊരു ബന്ധുവായ പെണ്ണ് ബലമായി ഉപയോഗിച്ച കഥ അറിഞ്ഞവരെല്ലാം ഞാൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞത്. പിന്നീട് ആരോടും ഞാൻ ഇതേക്കുറിച്ച് മിണ്ടാതായി. പറയാതെ സൂക്ഷിച്ച ആ ഓർമ്മ എൻ്റെ സ്വഭാവത്തെപ്പോലും വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഒരു പെണ്ണുമായി കിടപ്പറയിൽ വീഴുമ്പോഴെല്ലാം 13ാമത്തെ പ്രായത്തിൽ ആ അനുഭവമാണ് തികട്ടി വരുന്നത്. ശേഷം വിളിച്ചു വരുത്തുന്ന എംതോപ്പിമാരുടെ പിടച്ചിൽ എനിക്ക് ഹരമായി മാറി. ആഴത്തിൽ പടർന്നതിന് ശേഷം ഇറങ്ങിപ്പോകാൻ ഞാൻ ആജ്ഞാപിക്കും. എല്ലാ കാലത്തും എന്നെ ആക്രമിക്കാമെന്ന് അങ്ങനെ ആരും കരുതേണ്ട. വളരും തോറും അച്ഛനിൽ നിന്ന് മാത്രമല്ല ഞാൻ അകന്നത്. ഒരു ബന്ധങ്ങളോടും ആത്മാർത്ഥത തോന്നാത്ത വിധം ഹൃദയം കല്ലിച്ചു പോയിരിക്കുന്നുവെന്ന് ഈയിടെയായി എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിറ്റേന്ന് രാത്രിയും എംതോപ്പിയെ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ അടുത്തേക്ക് വരണമെന്ന് അവൾക്ക് യാതൊരു ആഗ്രഹവുമില്ലെന്ന് ഏജൻറ്റ് പറയുകയായിരുന്നു. പണം കൂടുതൽ തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ അയാൾ സമ്മതിച്ചു. തുടർന്ന് ഫ്ലാറ്റ് മുറിയിൽ മദ്യക്കുപ്പിയുമായി ഞാൻ കാത്തിരുന്നു. യെസ്, കം ഇൻ. എംതോമി വന്നിരിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ അവൾ അകത്തേക്ക് പ്രവേശിച്ചു. യാതൊന്നും ഞാൻ പറയാതിരുന്നിട്ടും പെണ്ണ് നഗ്നയായ ശേഷം ഒരു കറുത്ത നീളം തുണിയെടുത്ത് എനിക്ക് നേരെ നീട്ടി. ശ്രദ്ധിച്ചപ്പോൾ രക്തം കട്ട പിടിക്കാൻ പാകം അവളുടെ കൈകൾ മുറുകിയ തലേനാളിൻ്റെ പാട് എനിക്ക് കാണാമായിരുന്നു. എന്തായാലും എൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എപ്പോഴും എംതോപ്പി എന്നെ മതിയെന്ന് ഉള്ളിൽ തോന്നി. എന്നെ നോക്കാത്ത അവളുടെ കണ്ണുകളിലെ അർത്ഥം അറിയാത്തൊരു നനവ് നിറയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് അതൊന്നും കാര്യമാക്കാൻ തോന്നിയില്ല. അന്നും ഞാൻ അവളെ കട്ടിലിൻ്റെ തലയിൽ മുറുകെ കെട്ടിയിട്ട് തന്നെയാണ് ഭോഗിച്ചത്. അരുതെന്ന് പറഞ്ഞിട്ടും പണ്ടൊരുത്തി എന്നെ പ്രാപിച്ചതിൻ്റെ 10 ഇരട്ടി ബലത്തിൽ.